പ്രൈസ് ലോർഡ്. നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, മനുഷ്യന് ഭാരമില്ലാതെ ജീവിക്കുവാനാണ് താല്പര്യം. ഭാരമൊന്നും കൂടാതെ സുഖലോലുപരായി മനുഷ്യൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് ഇവിടെ എഴുതിയിരിക്കുന്നതായ സങ്കീർത്തനത്തിൻ്റെ വാക്കുകൾ നിനക്ക് എന്തെങ്കിലും ഭാരമായി നിന്നെ പുലരുവാൻ അല്ലെങ്കിൽ നിൻ്റെ ജീവിത പുലർന്നു പോകുവാനുള്ളതായ ഭാരങ്ങളായി തോന്നുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്മേൽ വയ്ക്കുക. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉപജീവനത്തിനുള്ളതായ വഴി നിനക്കില്ല എങ്കിൽ ആ ഒരു ഭാരം നീ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. അവൻ നിന്നെ പുലർത്തും. നിൻ്റെ ഭാരമെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകല ആവശ്യങ്ങളുടെയും ഭാരങ്ങളത്തെക്കുറിച്ചല്ല. നിനക്ക് പുലർന്നു പോകുവാനുള്ള ആവശ്യങ്ങളുടെ മേൽ നിനക്കതൊരു ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധിപ്പിക്കുകയാണ്, ആ ഭാരം യഹോവയുടെ മേൽ കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. നിൻ്റെ ഉപജീവനത്തിനുള്ളതായ വഴികൾ, നിനക്ക് പുലരുവാൻ ജീവിക്കുവാനുള്ള വഴികളൊക്കെ ദൈവം ഒരുക്കിത്തരും. നോക്കൂ, ഇന്ന് മനുഷ്യൻ സുഖത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സകല കാര്യങ്ങളും അവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കാലത്തെ ന്യൂസ് പേപ്പറിൽ നാം ഒരു വാർത്ത കാണുകയുണ്ടായി. മനുഷ്യ മസ്തിഷ്കത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചാൽ അത് കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കുമ്പോൾ നാം മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും അത് പ്രാവർത്തികമാകുന്നു. എന്നാൽ കൃഷിക്ക് മാത്രം അത് ബാധകമാകുന്നില്ല എന്നും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം. ബാക്കിയുള്ള സകല കാര്യങ്ങൾക്കും യാന്ത്രികമായിട്ടുള്ള സകല കണ്ടുപിടുത്തങ്ങളും പ്രവർത്തിപ്പിക്കുവാനും അവയൊക്കെ ചലിപ്പിക്കുവാനും നമുക്ക് സുഖത്തോടെ ഇരുന്ന് നമ്മുടെ ജീവിതം കഴിക്കാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസി ഉതകുമെങ്കിലും ഒരു വസ്തുവിനെ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ച് അത് ആഹാരമാക്കി തീർക്കുവാൻ മനുഷ്യൻ അവൻ്റെ കൈ നനഞ്ഞ് കാല് നനഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങിയെങ്കിലേ മതിയാവും. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനെ ഒഴിവാക്കി ദൈവം ആദ്യം കൊടുത്ത ഒരു ജോലി, മനുഷ്യന് കൊടുത്തതായ ഒരു ജോലിയിൽ നിന്ന് മനുഷ്യൻ ഇതുവരെയും സ്വതന്ത്രനാകുന്നില്ല. ദൈവം മനുഷ്യനെ ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ കൊണ്ടുവന്ന് അവിടെ ഒരു തോട്ടമുണ്ടാക്കി അവിടെ കൃഷി ചെയ്യുവാനും തോട്ടത്തെ കാക്കുവാനും ദൈവം അവനെ ആക്കി. അവൻ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, ആദ്യം ദൈവം കൊടുത്ത ജോലിയിൽ നിന്ന് മനുഷ്യന് റിട്ടയർഡാകാൻ കഴിയില്ല. അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടൊന്നും അതിൽ നിന്നും സ്വതന്ത്രനാകുവാൻ കഴിയില്ല. അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പാണ്. ഇവിടെ ദാവീദ് പറയുന്നത് മറ്റുള്ള സൗഭാഗ്യങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ, അവൻ്റെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, അവൻ്റെ എന്താണ് പറയുന്നത്, അവൻ്റെ വലിയ വലിയ ഓരോരോ തസ്തികയിലുള്ളതായ ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ളതായ വിഷയമല്ല ദാവീദ് പറയുന്നത്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ നിന്നെ പുലർത്തും. അപ്പോൾ പുലരുവാനുള്ളതായ ഭാരം നിനക്ക് എന്തെല്ലാം ഉണ്ട്? ജീവിക്കുവാൻ, ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിക്കുവാൻ, മാന്യമായി ജീവിക്കുവാനുള്ളതായ, പുലർന്നു പോകുവാൻ, സമാധാനത്തോടെയുള്ള ഒരു പുലർച്ച നിനക്കുണ്ടാകുവാൻ എന്തെല്ലാം ഭാരമായിട്ടുണ്ടോ ആ വിഷയമൊക്കെയും ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുക. അവൻ നിന്നെ പുലർത്തും. നിന്നെ ധനികനാക്കുമെന്നല്ല, കോടീശ്വരനാക്കുമെന്നല്ല, അയൽവക്കത്തെ പോലെ നമ്മെ ആക്കുമെന്നല്ല, കൂട്ടുകാരനെ പോലെ നമ്മെ ആക്കുമെന്നല്ല, നാം ആഗ്രഹിക്കുന്ന വലിയ വലിയ തസ്തികകളിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുമെന്നല്ല, നിന്നെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ജോലി ചെയ്യാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഭാരമില്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാം മനുഷ്യന് സ്വയമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് റിട്ടയർഡ് ആകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം തിരിച്ച്
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവും ഭാരത്തെക്കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ട്. ആ വാക്ക് ലോകത്തിൽ മുഴുവനും വൈറലായിട്ടുള്ള ഒരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങൾ എല്ലാവരും, ഒരാൾ മാത്രമല്ല, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സത്യവും സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നമ്മൾ ആദ്യം വായിച്ചതായ വേദഭാഗം, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ നിന്നെ പുലർത്തും എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം യഹോവയുടെ മേൽ അങ്ങ് വെച്ചിട്ട് നമ്മൾ സ്വതന്ത്രരായിട്ടിരിക്കുക എന്നൊരു പക്ഷെങ്കിൽ ചിന്തിച്ചേ. ഇവിടെ കർത്താവ് അതിനെ വ്യക്തമാക്കി തരുന്നുണ്ട്. ആദ്യം ദാവീദ് ആത്മാവിൽ എഴുതിയ കാര്യങ്ങൾ മനുഷ്യൻ നന്നായി ഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവർ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ അവരുടെ ഉദ്ദേശം പോലെ അത് ഫലിച്ചില്ല. അങ്ങനെയാണ് കർത്താവ് ഭൂമിയിൽ വന്ന് ദൈവത്തിൻ്റെ ആ അരുളപ്പാട് വാഗ്ദത്തം നിറവേറ്റുവാനായി കർത്താവ് അതേ കാര്യം എടുത്തുകൊണ്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയിട്ടുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ പുലർത്തുമെന്നല്ല, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞ് ഒരു കല്ല് തട്ടി താഴെ വീണാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ പോട്ട് മോനെ, കുഞ്ഞെ പോട്ട്, സാരമില്ല ആശ്വസിപ്പിക്കും. ഒരു ദുഃഖത്തിൽ ഒരു ഭവനം ആയിരുന്നാൽ, ഒരു വലിയൊരു ധർമ്മസങ്കടത്തിലായിരുന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഭവനത്തിൽ ചെന്ന് അവരുടെ ദുഃഖത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷെങ്കിൽ നമ്മൾ അവരോട് ആശ്വാസം പറഞ്ഞു കൊടുക്കും. കർത്താവ് തരാമെന്ന് പറഞ്ഞതായ ആശ്വാസം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കും. നോക്കൂ, ഇവിടെ അധ്വാനിക്കുന്നവരോടും ഭാരം ചുമക്കുന്നവരോടും കർത്താവ് പറയുന്നതായ ഒരു സുവിശേഷം, നിങ്ങളെ അധ്വാനിക്കാത്തവരും ഭാരം ചുമക്കാത്തവരുമായി ഞാൻ തീർക്കുകയില്ല. നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ ഭാരം ചുമക്കണം, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. എൻ്റെ നുകം ഏറ്റുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങളെ വഹിക്കണം. നിങ്ങളുടെ അധ്വാനങ്ങൾ, എൻ്റെ നുകം ഏറ്റുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കണം. എൻ്റെ നുകം ലഘുവും സൗമ്യതയും താഴ്മയും ഉള്ളതായ, അല്ലെങ്കിൽ ആ ചുമട് ഞാൻ തരുന്നതായ ആ നുകം ഏറ്റുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുമ്പോൾ, മൃദുവായ ആ നുകം ഏറ്റുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുമ്പോൾ നിങ്ങളുടെ ചുമടുകളൊക്കെയും ലഘുവായി തോന്നും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പലർക്കും പ്രശ്നങ്ങളായി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ 55-ാം സങ്കീർത്തനത്തിലെ വാക്യം എടുത്തുകൊണ്ട് നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, ദൈവം അത് വഹിക്കും, അവൻ നമ്മെ പുലർത്തും, ഉടനെ നമ്മൾ സ്വതന്ത്രരായി എന്ന് നമ്മൾ ചിന്തിക്കും. കർത്താവ് അത് നന്നായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ, നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ അധ്വാനവുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു നുകം തരാം. ആ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിച്ച് സൗമ്യതയോടും താഴ്മയോടും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഭാരങ്ങൾ വലിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നുകം നിങ്ങൾ വഹിച്ചും കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുമ്പോൾ നിങ്ങൾക്കതൊക്കെ ലഘുവായി തോന്നും. നിങ്ങളുടെ ജീവിതം ആശ്വാസത്തെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അപ്പോഴാണ് നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാകുന്നത്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു വാക്യം പോലെ തോന്നും. ഉത്തരവാദിത്വമുണ്ട്, എങ്കിലും അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ കൂടെ നമ്മുടെ സമാധാനത്തിനും ആശ്വാസത്തിനുമുള്ളതായ മാർഗം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു.
നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും പരാതികളും ആവലാതികളും ഓരോരോ വേദനകളുമായി കർത്താവ് പറയുന്നു, നിങ്ങൾ എല്ലാവരും എല്ലാവിധമായിട്ടുള്ള ഭാരവുമായി എൻ്റെ അടുക്കൽ വരിക. അതിനുശേഷം ഞാൻ നിങ്ങളെ അഭ്യസിപ്പിക്കും. നിങ്ങളുടെ ഭാരങ്ങൾ എങ്ങനെ വഹിക്കണം, എങ്ങനെ നിങ്ങൾ അധ്വാനിക്കണം. കർത്താവ് നമുക്ക് വലിയൊരു ശിക്ഷണം തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചും കൊണ്ട്, ദൈവത്തിൽ നിന്ന് പഠിച്ചും കൊണ്ട്, കർത്താവിൽ നിന്ന് പഠിച്ചും കൊണ്ട് താഴ്മയുള്ളവരായി സൗമ്യതയുള്ളവരായി, നാം കടിച്ചു കീറുന്നവരെ പോലെയല്ല, നാം മറ്റുള്ളവരോട് മത്സരിക്കുന്നത് പോലെയല്ല, സമരം ചെയ്യുന്നവരെ പോലെയല്ല, അല്ലെങ്കിൽ പിക്കറ്റിംഗ് നടത്തുന്നവരെ പോലെയല്ല, എന്തെങ്കിലും വാശിയോടെ പല കാര്യങ്ങൾ നടത്തുന്നത് പോലെയല്ല, സൗമ്യതയോടെ താഴ്മയോടെ അനുസരണത്തോടെ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതചര്യകളെ നാം തുടരുമ്പോൾ ഇതാ നാം അറിയാത്തതായ ഒരു സമാധാനം, നാം ഇതുവരെയും പ്രാപിച്ചിട്ടില്ലാത്തതായ ഒരു സമാധാനം നമ്മളിലേക്ക് കടന്നു വരുന്നതായി തോന്നും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ, നീ ഇതുവരെയും ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് നീ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വിളിയെ കേൾക്കുക. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ. അന്നത്തെ കാലത്ത്, കർത്താവ് വിളിച്ച കാലത്ത് അടിമകളായിട്ടുള്ള അനേക വംശങ്ങളുണ്ടായിരുന്നു. അനേകർ ആ ദേശത്ത് അടിമകളായി പാർത്തിരുന്നു. അടിമകളെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ജോലി ചെയ്താൽ ശമ്പളവും കിട്ടത്തില്ല, ഒരു സ്ഥാനവുമില്ല, മാനവുമില്ല, എന്നും അവരുടെ വീട്ടിൽ കഷ്ടതയും പ്രയാസവും. അങ്ങനെയൊക്കെ പ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ പള്ളിപ്രമാണികളുടെയും പരീശന്മാരുടെയും ടാക്സ് കളക്ടേഴ്സിൻ്റെയും അവരുടെ എല്ലാം ഉപദ്രവം ഏറ്റുകൊണ്ട് അവർ അധ്വാനിക്കുന്നത് മുഴുവനും ആ റോമാ സാമ്രാജ്യക്കാർ ടാക്സ് കളക്ട് അല്ലെങ്കിൽ നികുതി പിരിപ്പിച്ചും കൊണ്ട് അവർ കടന്നു കളയുന്ന ആ ഒരു അനുഭവം മനുഷ്യൻ നട്ടം തിരികെയാണ്. അധ്വാനിച്ചിട്ടും ഭവനത്തിലേക്കൊന്നും വരുന്നില്ല. മുഴുവനും ടാക്സ് കൊടുക്കാനുള്ളതേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ നിന്നും നരകം. എങ്ങനെ ആര് സമാധാനം തരുമെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് അവർ വായിക്കുന്നുണ്ട്. ന്യായപ്രമാണ പുസ്തകവും സങ്കീർത്തനങ്ങളിലുമൊക്കെ അവർ പള്ളികളിലൊക്കെ അവർ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമായി കടന്നു വരുമെന്ന് അവർക്കറിയില്ല. പക്ഷെങ്കിൽ നമ്മുടെ കർത്താവ് അത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സൗമ്യതയുടെ സുവിശേഷം, താഴ്മയുടെ സുവിശേഷം, അനുസരണത്തിൻ്റെ സുവിശേഷം അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഐശ്വര്യമുള്ള ഒരു സമൂഹം വളർന്നു വരികയായി. അവർ ദൈവത്തിൻ്റെ മക്കളായി, അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി, അവരുടെ ഭാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു വിവേകം ദൈവം അവർക്ക് കൊടുത്തു. അവർക്ക് ദൈവം ഒരു പരിജ്ഞാനം കൊടുത്തു. അവർക്ക് താഴ്മയുടെ ആത്മാവിനെ കൊടുത്തു, അനുസരണത്തിൻ്റെ ആത്മാവിനെ കൊടുത്തു. ഇപ്പോൾ ഇതാ അവർ അഭിഷേകത്താൽ നിറയപ്പെട്ടവരായി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അവരുടെ കഷ്ടങ്ങൾ സാരമില്ല, ഭാരങ്ങൾ സാരമില്ല, ഇതെല്ലാം ലഘുവായ കഷ്ടങ്ങളാണ്, ഇതെല്ലാം അല്പനേരത്തേക്കുള്ള കഷ്ടങ്ങളാണ്, ഇത് മാറിപ്പോകും, ഞാൻ ഒരു സന്തോഷത്തിൻ്റെ പടവിലേക്ക് ഞാൻ ചെന്നെത്തും എന്നുള്ളതായ ഒരു പ്രത്യാശ അവരുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. ലോകത്തിൽ എത്ര ഭാരങ്ങളുണ്ടെന്നിരിക്കട്ടെ, കർത്താവിലുള്ളതായ വാഗ്ദത്തങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോകം തരാത്ത സമാധാനം, ആശ്വാസം, കണ്ണുനീരില്ലാത്ത, പരാതികളില്ലാത്തതായ, ആവലാതികളില്ലാത്തതായ, കഷ്ടപ്പാടില്ലാത്തതായ സകലരെയും ഈ സന്തോഷത്തിൻ്റെ പാതയിലേക്ക് നാം നടത്തുന്നതായ അനേകരെ വിളിക്കുവാൻ, ഈ സന്തോഷത്തിലേക്ക് വിളിക്കുവാനുള്ളതായ ഒരു 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 ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഈ പ്രഭാതത്തിൽ അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നുഖങ്ങൾ വഹിക്കുന്നവരെ, കാഠിന്യത ജീവിതത്തിൽ അനുഭവിക്കുന്നവരെ, പുലർന്നു പോകുവാൻ നിവൃത്തിയില്ലാത്തവരെ, എങ്ങനെ നിൻ്റെ ജീവിതങ്ങൾ ഓരോ നാളുകൾ കഴിച്ചു കൂട്ടണമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. എൻ്റെ അടുത്ത് വരിക, നിൻ്റെ ഭാരം എൻ്റെ അടുത്തിൽ കൊണ്ടുവരിക,
നിൻ്റെ ഭാരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു.